ഇന്നലെ മുതൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണുമല്ലോ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഒരു അനാസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ്. അതായത് ഒരു വീട്ടമ്മയുടെ വയറ്റിൽ 5 വർഷമായിട്ട് കത്രികയിരുന്ന കേസ്. അതായത് അവർക്ക് 5 വർഷം മുമ്പ് സർജറി നടന്നപ്പോൾ വയറ്റിൽ ഡോക്ടർമാർ വെച്ചു മറന്നുപോയ ഒരു സെറ്റപ്പാണത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷ കാലയളവിൽ ഒരു 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ 3 വീഡിയോ ചെയ്ത സമയത്തും ഞാൻ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് കാണാനുള്ള യാതൊരു കാര്യം അവിടെ ഇല്ല. അവിടെ ഫുൾ ആയിട്ടുള്ള നെഗറ്റീവുകൾ. ആ നെഗറ്റീവുകൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ അനുഭവത്തിൽ, എനിക്ക് വേണ്ടപ്പെട്ടവരുടെ അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ മൊത്തം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എന്താ പറയുക, രാഷ്ട്രീയക്കാരല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭരണം പറയുന്നത് നമ്പർ 1 ആരോഗ്യ കേരളം എന്നാണ്. എവിടെയാണ് നമ്പർ 1? എനിക്ക് ഇന്നുവരെ കണ്ടിട്ടില്ല. കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഒരിക്കലും നമ്പർ 1 ഒരു സെറ്റപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ പനിയും ചുമയുമായിട്ട് ചികിത്സിക്കാൻ പോയാൽ പോലും ഇപ്പൊ നേരെ ചൊവ്വ ഒരു ചികിത്സ ഇല്ലാത്ത ഈ ഹോസ്പിറ്റലിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഭയം തേടാതെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്ന നമ്മളെ പോലുള്ള ഒരുമാതിരിപ്പെട്ടവരെല്ലാം കുറെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നല്ലതുപോലെ ആയി തിരിച്ചു വരികയോ ചെയ്യുന്ന ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അത് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഹോസ്പിറ്റലിന്റെ ഗുണമോ ഡോക്ടർമാരുടെ ഗുണമോ കൊണ്ടല്ലെന്ന് എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മുന്നിൽ കണ്ടിരിക്കുന്ന സംഭവങ്ങളും എനിക്കും എന്റെ കുടുംബത്തിനും എനിക്ക് വേണ്ടപ്പെട്ടവർക്കും വന്ന എന്താ പറയാ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അത് എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ പോയി നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാർ തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തിൽ ഇരിക്കുന്ന മന്ത്രിമാരാണെങ്കിലും MLA മാരാണെങ്കിലും ഒരു വാർഡ് മെമ്പർ ആണെങ്കിൽ കൂടി ഇവരെ ആരാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുന്നത്? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയെ ഇന്ന് വരെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണത്തില്ല. കാരണം അങ്ങനെ വരില്ല. അവരെല്ലാരും പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അതുപോലെ തന്നെ അവരെല്ലാം അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നത് വിദേശത്തോട്ടാണ് പോകുന്നത്. ഞാനും ചോദിക്കട്ടെ, പൊതുജനം കഴുതയായതുകൊണ്ട് മാത്രമല്ല ഈ ചോദ്യം തിരിച്ചു ചോദിക്കാത്തത്. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചികിത്സ തേടാൻ വേണ്ടി പോകുന്നത് അമേരിക്കയിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് ഇവർ നമ്പർ 1 ആണെന്ന് പറയുന്നത്. എന്തിന്റെ ബേസിസിൽ ഇവർ നമ്പർ 1 ആണെന്ന് പറയുന്നത്? നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാവർക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്താൽ പോരെ. ഇനി അവർക്ക് സമയക്കുറവ് മൂലം ക്യൂ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള റീസൺ ആണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിക്കോ ഒരു MLA-ക്കോ ഒരു ജനപ്രതിനിധിക്കോ വേണ്ടിയിട്ട് എന്താ പറയാ ബാക്കിയുള്ളവനെ പോസ്റ്റ് കൊടുത്ത് ഇവരെ കയറ്റി കാണിക്കുന്നതിന് യാതൊരു തടസ്സവും നമ്മുടെ നാട്ടിലില്ല. കാരണം ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം അവർ നമ്മളെയൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ തടസ്സപ്പെടുത്തി അവരുടെ കാര്യം നേടിയെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ അവർക്ക് എന്താ നേടിയെടുക്കാൻ പറ്റാത്ത? അപ്പൊ അതൊന്നുമല്ല, അവർക്കും അറിയാം ഇവിടുത്തെ ചികിത്സയ്ക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പുറത്ത് പോയി ചികിത്സ തേടുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തകരോ ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം വരുമ്പോൾ ന്യായീകരിക്കുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. കാര്യം എന്താ, അവരെല്ലാം ഇതിനെ എന്താ പറയാ ഈ നെഗറ്റീവ് എന്ത് കാണിച്ചാലും അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഈ പറയുന്ന എന്താ പറയാ തൊഴിലാളികൾ, സൈബർ തൊഴിലാളികളാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ മെയിൻ കാര്യം. ഇപ്പൊ തന്നെ ഈ വണ്ടാനത്ത് ഈ ഒരു പ്രശ്നം വന്നിട്ട് പോലും ഇതിന് 2 പക്ഷത്തോട് നിന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതിനുള്ള മെയിൻ കാര്യം ഇവന്റെ ഒന്നും കുടുംബത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഒന്നും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവനൊക്കെ ഭരിക്കുന്ന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഹോസ്പിറ്റലിനെയും ആ ഹോസ്പിറ്റലിലെ ഡോക്ടറെയും ആ ഹോസ്പിറ്റലിലെ സിസ്റ്റവും നല്ലതാണെന്ന് ഇവരൊക്കെ പറയത്തുള്ളൂ. പക്ഷെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവം വന്നു കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു. ആ ടൈം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 8 വർഷത്തെ ട്രാക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കും വണ്ടാനം ഹോസ്പിറ്റൽ നല്ലതാണെന്ന് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചികിത്സയെ തേടി ഞാൻ പോയിട്ടില്ല. എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചികിത്സയും തേടി പനിയും ചുമയും അല്ലാതെ വലിയ ആവശ്യങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കും വേണമെങ്കിൽ നമ്പർ 1 എന്ന് പറയാം. പക്ഷെ എന്റെ കുടുംബത്തും എനിക്ക് അറിയാവുന്നവർക്കും വന്ന ഇൻസിഡന്റിന്റെ പുറത്താണ് ഇത് നമ്പർ 1 അല്ല, വെറും പരാജയമാണെന്ന് പറയുന്നത്. അതിനേക്കാളും ഏറ്റവും വലിയ പരാജയമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. ഈ ശൈലജ മേഡം വരുന്ന സമയത്ത് പോലും പ്രായമായവർക്കുള്ള പല മരുന്നുകളും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇവര് വന്നതിന് ശേഷം പ്രായമായവർക്കുള്ള മരുന്നുകൾ പോലും ഹോസ്പിറ്റലിൽ ഇല്ല, അത് പുറത്തുനിന്ന് എഴുതുന്ന, അത് മറ്റൊരു തരത്തിലുള്ള പരാജയം. അതിന്റെ ഒപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വണ്ടാന ഹോസ്പിറ്റലിനാണ്. അതുപോലെ റഹീം ഫേസ്ബുക്കിൽ ഇട്ടൊരു ഓൺലൈൻ ചാനലിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാം. അതിന്റെ അയാൾ പറയുന്നത് അയാളുടെ ഭാര്യയ്ക്ക് ചികിത്സയായിട്ട് ചെന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ കുറവായപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടതുകൊണ്ടാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല അവർ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചികിത്സിക്കേണ്ടി വന്നത്. അപ്പൊ എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ റഹീമിനെ പോലെ ഇത്രയും എന്താ പറയാ ഫേമസ് ആയ ഒരു വ്യക്തി അയാളുടെ ഒരു ഭാര്യയുടെ ചികിത്സയ്ക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞാൽ മാത്രമാണോ അയാൾക്ക് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടുന്നത്? അവിടെ ചെന്ന് കയറുന്ന അപ്പൊ എല്ലാവർക്കും ഒരേ കണ്ണിലുള്ള ട്രീറ്റ്മെന്റ് അല്ല കിട്ടുന്നത്. അയാൾ ഒരു പാർട്ടിക്കാരന്റെ ഭാര്യയാണെന്ന് മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞപ്പോൾ മാത്രമാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. അയാൾ അത് വലിയ കാര്യത്തിൽ ഭരണ വിജയമായി പറയുകയും മുഖ്യമന്ത്രിയെ പൊക്കി പറയുന്ന ഒരു സാഹചര്യത്തിൽ അത് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു മണ്ടത്തരമാണെന്ന് അയാൾ ചിന്തിച്ചില്ല. കാരണം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, ഒരു റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഈ റെക്കമെൻഡേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. അതിന്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട്, ഒരു വെന്റിലേറ്റർ കിട്ടണം അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്പലപ്പുഴ MLA പോലും റെക്കമെൻഡ് ചെയ്താൽ മാത്രം കിട്ടുന്ന രീതിയിലാണ് വണ്ടാന ഹോസ്പിറ്റൽ വളർന്നു നിൽക്കുന്നത്. അപ്പം ഞാൻ ആ പറഞ്ഞ കാര്യത്തോടുകൂടി ഇത് എന്താ പറയാ സമ്മതിക്കുന്ന ഒരു
കാര്യം തന്നെ. മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും നടന്നു. ഇവിടെ ആകുമ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയെ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് MLA വിളിച്ചു പറഞ്ഞാൽ നടക്കും. അപ്പൊ ഈ ഒരു സാധാരണക്കാരന് എന്തുണ്ടെന്നായി പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ തകർത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ടാണ് ജനം ഇത് സംസാരിക്കുന്നത്. ഈ ജനത്തിലുള്ള എല്ലാവരും പണക്കാരൊന്നുമല്ല, എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാവരും അന്നത്തെ അന്നം കൊണ്ടുവന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ആർക്കും ഗവൺമെന്റ് ഹോസ്പിറ്റൽ വിട്ടിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഒരിക്കലും എന്താ പറയാ ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് ചിന്തിക്കത്തില്ല. ഓടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ എല്ലാവരും പോകത്തുള്ളൂ. അവൻ ഒരിക്കലും അല്ലെങ്കിൽ പൊതുജനം ഒരിക്കലും ഗവൺമെന്റ് ഹോസ്പിറ്റലിനെതിരായിട്ട് സംസാരിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൂട്ടിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് കൈമാറി അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ഒരു കുത്തകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പൊതുജനം ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം അവന്റെ ഈ പൈസ ഇല്ല. അവനൊക്കെ എന്നും ഓടി ചെല്ലുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നന്നായി പോകണമെന്ന് തന്നെയാണ് അവനൊക്കെ ആഗ്രഹിക്കുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് സൗജന്യ ചികിത്സ കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള ഒരു ആവശ്യം വന്നാൽ തന്നെ അവന്റെ ബഡ്ജറ്റ് മൊത്തം താളം തെറ്റി അവൻ കടം മേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ പ്രൈവറ്റിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ബഡ്ജറ്റ് താളം തെറ്റി അവൻ വീണ്ടും അതിനേക്കാളും വലിയ കടക്കണിയിലോട്ട് വീണ് പോകത്തുള്ളൂ. കാരണം ഇന്ന് എല്ലാവരും ലോണും കാര്യങ്ങളും എല്ലാം എടുത്ത് അതിന്റെ പുറത്താണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ ഒരിക്കലും ഒരു ജനം അങ്ങനെ ആഗ്രഹിക്കത്തില്ല. പക്ഷെ ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ താറടിച്ച് കാണിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരിക്കലും അങ്ങനെയല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 10% നല്ലത് കൊടുത്താൽ മതി, ജനം 100% സപ്പോർട്ട് ചെയ്ത് അതിനെ പൊക്കിക്കൊണ്ടു വന്നോളും. പക്ഷെ ഒരിക്കലും നമ്മുടെ ഭരണ പരാജയത്തിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവരുടെ മനോഭാവത്തിന്റെ പുറത്ത് ഇതൊന്നും രക്ഷപ്പെടത്തില്ല. പ്രത്യേകിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇപ്പൊ നടന്ന ഈ സംഭവത്തിന്റെ പേരിൽ പല പാർട്ടിക്കാരും എന്താ പറയുക, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ പേരിൽ സമരം ചെയ്ത് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കും. അത് ഈ ഇലക്ഷൻ മുന്നിക്കണ്ട് മാത്രമാണ് പ്രക്ഷോഭം ഉണ്ടാക്കുന്നത്. ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അവർക്ക് പുതിയൊരു സബ്ജക്ട് കിട്ടും, അതിന്റെ പുറത്ത് പോയി. ഇപ്പൊ ഈ 5 വർഷം വേദന അനുഭവിച്ചാൽ അവരനുഭവിച്ചു. അവർക്ക് ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അവർ അതിന്റെ പുറത്ത് എന്താ പറയാ മുന്നോട്ട് പോകാന്നേ ഉള്ളൂ. അതുപോലെ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞ് സംസാരിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ ലളിതാംബിക പറയുകയുണ്ടായി, ഒന്നാമത് കത്രിയല്ല, മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്, വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. കത്രിയല്ല, മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണമാണ്. അപ്പോൾ അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെൻസിൻ്റെ എണ്ണം ആദ്യമേ ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെൻ്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ എൻ്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണിയിട്ട് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ എണ്ണും. അപ്പോൾ ആ എണ്ണത്തിൽ മനസ്സിലെ ഓർമ്മയിൽ എന്തെങ്കിലും പിശക് വന്നു പോയാൽ ഇങ്ങനെ വരാം. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാണ് വന്നതെന്ന് എന്താ ഓർമ്മ? 20 വർഷം മുമ്പോ അല്ല 30 അനങ്ങാതിരിക്കുക. ഇത് പാക്കും ഇരിക്കുക, ഇതും ഇരിക്കാം. പിന്നെ വേറൊന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖത്തിന് അതിൻ്റെ വേദനയായിരുന്നു. അല്ല, ഞാനല്ല ചെയ്തത്. അല്ല എന്ന് 100% എനിക്കറിയാം. ഞാനല്ല, അന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. എടോ, ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാമെന്നല്ലേ, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. അല്ലാതെ അറിയാൻ പറ്റത്തില്ല. ഇൻസ്ട്രുമെൻ്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിൻ്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതാനുള്ള സ്റ്റാഫില്ല? ആ സ്റ്റാഫ് എഴുതി കഴിഞ്ഞ് ഡോക്ടറും കൂടെ ചേർന്ന് അത് ചെക്ക് ചെയ്യണം. അതിനുള്ള സിസ്റ്റം നമുക്കില്ല. അത് ഇനി ഇതുകൊണ്ടെങ്കിലും ഗവൺമെൻറ്റിൽ അത് വന്നാൽ നല്ലതാണ്. അവർക്കത് ഓർമ്മയില്ല, അല്ലെന്നുണ്ടെങ്കിൽ അത് വയറ്റിൽ കത്രിക ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന്. എന്നാൽ പിന്നെ അവരുടെ വയറ്റിൽ 5 വർഷം കത്രിക എടുത്ത് വെച്ച് കൊടുക്കുക, അതിനെന്താ കുഴപ്പമില്ലാതിരിക്കുമല്ലോ. അവരും കുറച്ച് നേരം അനുഭവിക്കട്ടെ, ഇവരുടെ വേദന അറിയട്ടെ, പകരമായിട്ട്. പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ എടുത്ത ഉപകരണങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ലെന്ന്. നമ്മുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും പുറത്തു എടുക്കുന്ന സാധനം തിരിച്ചകത്ത് വെക്കുന്നുള്ള സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലും രജിസ്റ്റർ ആയിട്ടാണെങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്ര കത്രിക ഉപയോഗിച്ചു അല്ലെങ്കിൽ എത്ര സാധനങ്ങൾ ഉപയോഗിച്ചു, അതിൽ എത്ര എണ്ണം റിട്ടേൺ വന്നു എന്ന് പോലും നോക്കാനൊരു സിസ്റ്റം ഇല്ല എന്ന് പറയുന്നത്. ആവശ്യത്തിൽ കൂടുതൽ പാർട്ടിക്കാരെ ഇല്ലാത്ത വേക്കൻസികൾ കൊടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ തിരികെ തള്ളിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഈ പ്രയോജനമുള്ള ഒരു പത്തനത്തിന് എടുത്തു വെച്ചാൽ തന്നെ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാകാവുന്നേ ഉള്ളൂ. ഇതൊന്നും ചെയ്യത്തില്ല. എപ്പോഴും നമ്മുടെ എന്താ പറയുക, നമ്പർ 1 എന്ന് നമുക്ക് കൊണ്ട് തള്ളി പറയാനേ പറ്റത്തുള്ളൂ. ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ മൊത്തം ഒരുപാട് ബിൽഡിംഗ് കെട്ടിയിടുന്നുണ്ട്. ബിൽഡിങ്ങിന്റെ വലിപ്പത്തിലല്ല ഹോസ്പിറ്റലിൽ നമ്പർ 1 എന്ന് പറയുന്നത്, അതിന്റെ അകത്തെ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്പർ 1 എന്ന് പറയേണ്ടത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എത്ര മെഡിക്കൽ കോളേജുകൾ സൗകര്യം നല്ലതുപോലെ ഉണ്ട്. അവിടെ പോയി കാത്തുകെട്ടി കിടക്കാനേ ഉള്ളൂ നമുക്ക് പറ്റത്തുള്ളൂ. കാത്തുകെട്ടി കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നല്ലതുപോലെ നടക്കുന്നുണ്ട് ഇല്ല. ഇപ്പൊ തന്നെ ഇത്രയായിട്ട് അവരുടെ ആവശ്യപ്രകാരമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടന്നതെന്ന് പറഞ്ഞ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാരിന് പോലും അല്ല നമ്മുടെ ഭരണ സംവിധാനത്തിന് പോലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ അവരെ പിന്നെയും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പം ഇതൊക്കെ വെറും എന്താ പറയാ പ്രഹസനങ്ങൾ മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ ഒന്നും നടക്കുന്നില്ല. ഞാൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അപ്പൂപ്പന്റെ കാര്യം തന്നെ 2 പ്രാവശ്യം വന്ന സമയത്ത് മരിച്ചു പോകും വീട്ടിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞ ആളെയാണ് ഞങ്ങൾ പ്രൈവറ്റിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയെടുത്ത്. നമ്മുടെ പൈസ ഉണ്ടായിട്ടല്ല നമ്മളത് ചെയ്തത്.
പക്ഷെ ആള് രക്ഷപ്പെട്ടു. നേരെ മറിച്ച് അവിടെ അവർ പറ്റില്ല, കൊണ്ടുപോക്കോ, വീട്ടിൽ കൊണ്ടുപോക്കോ, മരിച്ചു പോകും എന്ന് ഉറപ്പ് പറഞ്ഞ. അപ്പൊ അവർക്കൊന്നും അതിന് കഴിയത്തില്ല. പ്രൈവറ്റിലാകുമ്പോൾ ക്യാഷ് കിട്ടേണ്ടതുകൊണ്ട് അവർ ആത്മാർത്ഥമായിട്ട് എങ്ങനെയെങ്കിലും ആളെ ജീവിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഗവൺമെന്റിൽ പട്ടിയുടെ എന്ന് പോലും പറയാൻ പറ്റില്ല, പട്ടിക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട്. നമ്മൾ വേറൊരു കൊതുകിന്റെ പോലും വില കാണാതെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന എല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും സീനിയർ ഡോക്ടർമാർ ഹോസ്പിറ്റലുകളിൽ ഇരിക്കാറുണ്ടോ? ഇരിക്കാറില്ല. കുറച്ചു നേരം പൊടിയിട്ട് കാണിച്ചു പോയിട്ട് ബാക്കി ഇരിക്കുന്ന മൊത്തം PG സ്റ്റുഡൻസാ. അവർക്കാണെങ്കിൽ കാര്യങ്ങൾ അറിയാവുന്നവരും അറിയാത്തവരും ഉണ്ട്. ഇതിൽ അവരെന്തൊക്കെയോ തട്ടിക്കൂട്ടി എന്തൊക്കെയോ കാണിച്ചു വിടത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ വീട്ടിലിരുന്ന് പ്രാക്ടീസിന്റെ കാര്യവും വീട്ടിൽ ഈ പറയുന്ന ക്യാഷ് മേടി പോയി കാണുന്ന പരിപാടിയൊക്കെ നിർത്തുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു സർജറി നടക്കണമെന്നുണ്ടെങ്കിൽ ആ സർജറി ചെയ്യുന്ന ഡോക്ടറെയും അനസ്തേഷ്യ ഡോക്ടറെയും വീട്ടിൽ പോയി കണ്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കാതെ അവർ തിരിഞ്ഞു നോക്കത്തില്ല. അതാണ് സത്യം. അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ കിടക്കുന്ന പലരുടെയും അടുത്ത് ഒരു TV ചാനൽ ഒരു എന്താ പറയുക ഒരു ഇതുമായിട്ട് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും അവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു ക്യാഷ് കൊടുക്കണോ വേണ്ടതെന്ന്. അത് എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ അച്ഛന് സർജറിയായിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് ഇതേപോലെ തന്നെ വീട്ടിൽ കൊണ്ട് ക്യാഷ് കൊടുക്കണം എന്നുള്ളത് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി? അങ്ങനെ കൊണ്ട് കൊടുത്തതിന് ശേഷമാണ് അവർ ആ സർജറിക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുകയും ചെയ്തത്. അപ്പൊ ഈ പറയുന്ന സിസ്റ്റം എല്ലാം നടക്കുന്നത്. ഇതൊന്നും ആരും അന്വേഷിക്കത്തില്ല. നമ്മുടെ ഗവൺമെന്റിൽ ഈ പറയുന്ന പോലെ വിജിലൻസിനെയും അങ്ങനെയുള്ള ഒരുപാട് ടീമിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇവരെ ഒന്നും ആവശ്യത്തിന് ഉപകരിപ്പിക്കുന്നില്ല. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി. ഇനിയിപ്പോ ഇത് ഒരുപാട് സെൻസേഷൻ ആയിട്ട് നിൽക്കുന്നത് കാരണം കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഭരണം കൊണ്ടുവരും. ഭരണവും പ്രതിപക്ഷവും എല്ലാവരും കൂടി എടുത്തോണ്ട് വരും. കാരണം എല്ലാവർക്കും ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം എന്താ പറയുക അത്രയും പബ്ലിസിറ്റി ആയ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിക്കല്ലേ വേണ്ടത്. അപ്പൊ പലതരത്തിലുള്ള എൻക്വയറി, വീട്ടിലെ പ്രാക്ടീസ് അല്ലെങ്കിൽ വീട്ടിൽ പോയി കാശ് മേടിക്കുന്നത്, ഇതേപോലത്തെ ഉപകരണങ്ങളുടെ എന്നും പറഞ്ഞ് 100 കൂട്ടം പുതിയ സിസ്റ്റങ്ങൾ ഇനി കൊണ്ടുവരും. ഇതെല്ലാം 10 ദിവസത്തേക്കേ കാണത്തുള്ളൂ. അത് കഴിയുമ്പോൾ പോയി സാധാരണക്കാരൻ എന്താ പറയുക പേപ്പട്ടിയെ പോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ വരാന്തേ കിടന്നോ അല്ലെ വാടി കിടന്നോ ചാവാനാണ് വിധി. അതിന്റെ അപ്പുറം ഒന്നുമില്ല.